അസ്സലാമു അലൈക്കും. പപ്പജി സാമിയിലെ നെക്സ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹാർട്ടി വെൽക്കം. റമദാൻ മുബാറക്. ഒമാനിലൊഴുകി ബാക്കി എല്ലായിടത്തും ഇന്നലെയായിരുന്നു നോമ്പ്. പക്ഷെ ഞങ്ങൾക്ക് ഇന്നാണ് ഫസ്റ്റ് ഡേ ഓഫ് നോമ്പ്. നോമ്പിൻ്റെ ഒരു ഓസ്പീഷ്യസ് ഡേയിൽ സംസാരിക്കാൻ പാടുന്നൊരു ടോപ്പിക്കാണോ എന്ന് എനിക്കറിയില്ല. ഇച്ചിരി സെൻസിറ്റീവ് ടോപ്പിക്കാണ്. അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് നമ്മളിപ്പോൾ അടുത്ത് ഒരുപാട് കേട്ടിട്ടുള്ളതാണ് മീ ടു ചാലഞ്ച് അല്ലേ. എല്ലാവർക്കും ഉണ്ടാവും കഥകൾ പറയാൻ. മീറ്റുവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഈവൻ സെലിബ്രിറ്റീസ് വരെ വന്ന് ഒരുപാട് കമൻറ്റ് സംസാരിച്ചിട്ടുള്ളതാണ് ഈ മീ ടു ചാലഞ്ച്. കുറേയൊക്കെ പേടിപ്പിക്കുന്നതും കുറേയൊക്കെ നല്ലോണം വിഷമം തോന്നുന്നതാണ് എല്ലാതും. പക്ഷേ ഒരു പാരൻ്റ് എന്ന നിലയിൽ, എസ്പെഷ്യലി 3 ഡോട്ടേഴ്സിൻ്റെ ഒരു ഉമ്മ എന്ന നിലയിൽ ഐ ഫെൽറ്റ് വെരി അൺസേഫ് ഫോർ മൈ കിഡ്സ്. സത്യം. ബിക്കോസ് മീറ്റുവിലെ ഒട്ടുമിക്ക കഥകളും ഇസ് നോട്ട് ജസ്റ്റ് സ്ട്രേഞ്ചേഴ്സ്. നമ്മൾ ബസ്സിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ സംവെയർ എൽസ് മോൾ എവിടെ പോകുമ്പോഴും ഉണ്ടാവുന്ന ഒരു ഇൻസിഡൻറ്റ് മാത്രമല്ല. ഇറ്റ് വാസ് അബൌട്ട് സം പീപ്പിൾ ഹൂ വേ ഓൾവേസ് വെൽക്കംഡ് അറ്റ് എ ഹോം അല്ലേ. നമ്മുടെ വീട്ടിൽ ഒരുപാട് പേരെ നമ്മൾ വെൽക്കം ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് ആരൊക്കെ അറിയാം, ആരൊക്കെയാണ് സേഫ്, ആരൊക്കെയാണ് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ കാണുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഗോഡ് ഓൺലി നോസ്, റൈറ്റ്? പിന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, യെസ് അവർ കിഡ്സ് ഓൾസോ വിൽ ബി നോയിങ് ഇറ്റ്. ഓക്കെ ഫൈൻ, ദിസ് ഗൈ ഈസ് നോട്ട് സേഫ് ഫോർ ദം അല്ലേ. ഒരു കംഫർട്ടിൽ നിർത്താൻ പറ്റിയ ഒരാളല്ല എന്നുള്ളത് ഓൺലി ആഫ്റ്റർ എൻ എക്സ്പീരിയൻസ് ദേ വിൽ ഓൾസോ നോ ഇറ്റ്. ടച്ച് വുഡ് ഇപ്പോഴത്തെ കാലത്ത് യെസ് നമ്മുടെ പിള്ളേർക്ക് ബിക്കോസ് ഓഫ് ദിസ് മീഡിയ ആൻഡ് യൂട്യൂബ് ആൻഡ് സോഷ്യൽ മീഡിയ ഒക്കെ അത് കാരണം ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റി. ആ പേരൻറ്റ്സ് വർ നോട്ട് വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് ദേ ഡിഡ്ന്റ് നോ ഹൗ ടു ടോക്ക് ടു അസ് അബൌട്ട് ഇറ്റ് അല്ലേ. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ പേരൻറ്റ്സ് എനിക്ക് തോന്നുന്നില്ല, ഈവൻ ലൈക്ക് എൻ്റെ പാരൻസ് എന്ന് പറയുന്നത് ഞാൻ കോമൺ ആയിട്ട് പറയുന്നത്, ഈവൻ മൈ പാരൻസ് നെവർ കെയിം ആൻഡ് ടോൾഡ് മീ ദാറ്റ് ഓക്കെ ദിസ് ഈസ് നോട്ട് റൈറ്റ്, ഇങ്ങനെ ചെയ്താൽ റൈറ്റല്ല, ഇഫ് യു ആർ നോട്ട് ഫീലിംഗ് കംഫർട്ടബിൾ കം ആൻഡ് ടോക്ക് ടു അസ്. അങ്ങനൊരു കോൺവെർസേഷൻസ് വളരെ കുറവായിരുന്നു. Our parents were very close to us, but then we were not close enough to share such things towards them അല്ലേ. പക്ഷേ ഇന്നൊട്ടുമിക്ക പാരൻസും they know, they are confident enough that okay fine their kids know that which is good touch and bad touch അല്ലെങ്കിൽ what is safe for them അല്ലേ. But then are all of us 100% sure നാളെ ഒരു പ്രശ്നം വന്നാൽ our kids would come to us and say about it? I mean like അങ്ങനെ ആലോചിക്കുമ്പോൾ we doubt, right? Because we don't know. We consider them as our best friends. Maybe നമ്മുടെ പേരൻസ് നമ്മൾ അങ്ങനെ തന്നെ കണ്ടിട്ടുണ്ടാവുള്ളൂ. But then why that ഒരു ഗ്യാപ്പ്? Why can't they come and talk to us അല്ലേ? Because before and all when അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വന്നാൽ യൂഷ്വലി what they say is that നിങ്ങൾ മര്യാദക്ക് സംസാരിക്കാണ്ടാണ്, നിങ്ങൾ ഓവറായിട്ട് സംസാരിച്ചിട്ടാണ്, നിങ്ങൾ ഓവർ കമ്പനി കാണിച്ചിട്ടാണ്, there was some green signal from your side that would have made them think about it. അല്ല, out of 100 people we behave the same with all 100 and out of it 10 അല്ലെങ്കിൽ പോട്ടെ 20 people are reacting in such a way which means it is not our fault. Even എനിക്കും തോന്നിയത് it was my fault that someone misbehaved with me. No, it is not your fault, it is not my fault, it is not anybody's fault, it is his fault. He was not right. പക്ഷേ അത് നമുക്ക് പ്രതികരിക്കാനുള്ള ധൈര്യം അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. When such incident happens, we also kept quiet. Obviously, അതിപ്പോഴും ഇപ്പോഴത്തെ പിള്ളേരും maybe out of ആ ഒരു പേടി കാരണം they might keep quiet, okay? And our parents also kept quiet, thinking what would society say അല്ലേ. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു മാമനാണ് അല്ലെങ്കിൽ ഒരു കസിനാണ്, ഓക്കെ, ആൻഡ് ഇഫ് they misbehave like that, നമ്മുടെ പേരൻസിന് ഉണ്ടായിരുന്ന പേടി, people would ask first of all why did you ask him to come inside, right? എന്തിനാണ് അങ്ങനത്തെ ഒരു ഫ്രീഡം കൊടുത്തത്? ടു സ്റ്റേ അറ്റ് യുവർ ഹോം അല്ലെങ്കിൽ ടു ബി അറ്റ് യുവർ പ്ലേസ്. അങ്ങനത്തെ ഒരു ഫ്രീഡം എന്തിനു കൊടുത്തു എന്നുള്ളതാവും. പിന്നത്തേതായിരിക്കും എന്ത്, നിങ്ങളുടെ മോള് ഓവർ കമ്പനി കാണിച്ചിട്ടാണ്, യോർ ഡോട്ടർ ഇസ് ടോക്കറ്റീവ് അല്ലെങ്കിൽ യോർ ഡോട്ടർ ഇസ് എന്താ പറയുക ഭയങ്കര സോഷ്യൽ ഇതുപോലെയാണ്, സോ ഗൈസ് വുഡ് മിസ്അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഐ എം സോറി, ഇറ്റ് ഈസ് നോട്ട് യുവർ ഡോട്ടേഴ്സ് ഫോൾട്ട്, ഇറ്റ് ഈസ് ഹിസ് ഫോൾട്ട്, ഹിസ് അപ്ബ്രിങ്ങിങ്സ് ഫോൾട്ട്. അതിന് നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടോ? ഇല്ല. ഇന്നത്തെ മൂവീസിൽ വരെ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന പയ്യൻ അവൻ്റെ ക്ലാസ്മേറ്റിനെ പ്രണയിക്കുന്നു ആൻഡ് കിസ്സിങ് ആൻഡ് സച്ച് തിങ്സ് ആർ ദേർ, റൈറ്റ്? ഇൻ മലയാളം മൂവീസിനടക്കം. ആൻഡ്
on the other side there's a short film saying that, you know, I mean, showing that the father misbehaved with the daughter and അമ്മ അതറിയുമ്പോൾ നല്ല ചവിട്ടിട്ടിട്ട് കിണറ്റിൽ കിടന്നതും ആ ഒരു ആംഗിളുണ്ട് മീഡിയയ്ക്ക്. ഓക്കെ, ആ ഒരു ഷോർട്ട് ഫിലിമിൽ എവ്രിബഡി വാസ് ലൈക്ക് അമ്മ റിയാക്ട് ചെയ്തത് നന്നായി, അങ്ങനെ തന്നെ റിയാക്ട് ചെയ്യണം, എല്ലാതും ഉണ്ടായി. ഓക്കെ, പെർഫെക്റ്റ്. എത്രത്തോളം നമ്മളത് നമ്മുടെ ലൈഫിലേക്ക് എടുക്കുന്നതെന്ന് ഗോഡ് ഓൺലി നോസ് അല്ലേ. കാരണം ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് പെൺകുട്ടികൾ ഒരുപാട് പഠിക്കുന്ന കാലമാണ്. ആൻഡ് ബിസിനസ് ആണെങ്കിലും ഓഫീസാണെങ്കിലും ലൈക്ക് ഇറ്റ്സ് കൂടുതലൊരു ചാലഞ്ച് പോലെയാണ്. ദേ വോണ്ട് ടു ബി സംതിങ് ഇൻ ദെയർ ലൈഫ്. ആ ഒരു ഇതിൽ എന്താ പറയുക, അവർ പെൺകുട്ടികളായിരിക്കുന്ന കാലം വരെ ദേ വിൽ ഹാവ് ടു ഫേസ് ദീസ് പ്രോബ്ലംസ്. വീട്ടിൽ, സ്കൂളിൽ, അല്ലേ, ഓഫീസിൽ. ജ്യോതികയുടെ ഏതൊരു പടത്തിൻ്റെ സീൻ എനിക്ക് ഓർമ്മ വന്ന്, എത്രയെന്ന് വെച്ചാൽ, അല്ല ജ്യോതികയുടെ അല്ല, അസിൻ്റെത്, നിങ്ങളൊക്കെ പേടിച്ചിട്ട് എത്ര കാലം ജീവിക്കും വീട്ടിൽ, ഓഫീസിൽ, മാർക്കറ്റിൽ. അസിൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഭയങ്കര ടച്ചിങ് സീൻ. ബിക്കോസ് ഇറ്റ് ഈസ് ട്രൂത്ത്. നമ്മൾ എത്ര കാലം ലൈക്ക് വി ആർ ഫേസിങ് ഇറ്റ് എവ്രി ഡേ ഇൻ അവർ ലൈഫ്. വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങുമ്പോൾ ദ ലുക്ക്, അല്ലേ, വി ആർ ഫേസിങ് ഇറ്റ്. സോ ഐ ഡോണ്ട് വാണ്ട് ദ നെക്സ്റ്റ് ജനറേഷൻ ടു ഹാവ് എ മീ ടു ചാലഞ്ച്. അവർ പ്രതികരിക്കട്ടെ, അവർ പ്രതികരിക്കുമ്പോൾ നമ്മളെയും കൂട്ടുപിടിക്കട്ടെ. ലെറ്റ് ദം കം ആൻഡ് ടോക്ക് ടു us. അമ്മ, ഞാൻ ഇന്ന ആളായിട്ട് സേഫ് അല്ല, അല്ലെങ്കിൽ ഐ എം നോട്ട് ഫീലിംഗ് കംഫർട്ടബിൾ. ലെറ്റ് ഇറ്റ് ബി എനിബഡി, ലെറ്റ് ഇറ്റ് ബി എനിബഡി. പക്ഷെ നോ ബഡി ഈസ് ബിഗർ ദാൻ അവർ കിഡ്സ്, റൈറ്റ്? നമ്മളുടെ മക്കൾ കഴിഞ്ഞിട്ട് നമുക്ക് ആരും ഉള്ളൂ, അല്ലേ? ആരും. ആ ഷോർട്ട് ഫിലിമിൽ കാണിക്കുന്ന പോലെ ആ മോളെക്കാളും വലുതല്ല അമ്മയ്ക്ക് ഭർത്താവ്. ഇറ്റ്സ് സെയിം ഫോർ അസ് ഓൾസോ, റൈറ്റ്? നമുക്ക് നമ്മുടെ മക്കളെ കഴിഞ്ഞിട്ട് ആരും, നമ്മ ജീവിക്കുന്നതും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലേ? ലൈക്ക് ഞാൻ ഒരു ലേസി മോമാണ്. ഓക്കെ, ഐ ഡോണ്ട് ലൈക്ക് ഡൂയിങ് ഹൗസ് ഹോൾഡ് ചോഴ്സ്, ഐ ഷുഡ് സേ. പക്ഷേ സ്റ്റിൽ ഐ ഡു ഇറ്റ്. ക്ലീനിങ് ആണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും ഇറ്റ്സ് നോട്ട് ഫോർ മീ. എനിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ ഐ വുഡൻറ്റ് കുക്ക്, ഐ വുഡ് ഹാവ് എനിത്തിങ് ആൻഡ് ജസ്റ്റ് ലിവ് മൈ ലൈഫ്. ഇറ്റ്സ് നോട്ട് ഫോർ മീ, ഇറ്റ്സ് ഫോർ മൈ കിഡ്സ്. അത്രക്കും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാമെങ്കിൽ, ഇഫ് there is a negative person in our home, why don't we just kick them out? അവർ റിയാക്ട് ചെയ്യുമ്പോൾ, നമ്മളോട് വന്ന് പറയുമ്പോൾ, ജസ്റ്റ് ഹോൾഡ് ദം ടു യുവർ സൈഡ്, യു നോ, എന്നിട്ട് പറയാം, ഇറ്റ്സ് ഓക്കെ, ഹി ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, അല്ലേ? സോ ആൻഡ് സോ പേഴ്സൺ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ, യു ആർ മോർ ഇമ്പോർട്ടൻറ്റ്. ആ ഒരു ഫീലിംഗ് നമ്മൾ നമ്മുടെ മക്കളിൽ എന്തായാലും എത്തിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നാളെ അവർക്കൊരു ഇഷ്യൂ ഉണ്ടായാൽ മേ ബി ദേ വുഡൻറ്റ് ഷെയർ ഇറ്റ് ടു അസ് ആൻഡ് ദേ വിൽ ഹാവ് സോ മെനി ഹെൽത്ത് ഇഷ്യൂസ്, അല്ല, മെൻ്റൽ പ്രോബ്ലംസ് ഒക്കെ പിള്ളേർക്ക് ഉണ്ടാവും. ഡിപ്രഷൻ, ദേ ഡോണ്ട് നോ ഹൗ ടു മാനേജ് ഇറ്റ് ആൻഡ് ദേ വിൽ ഹാവ് ദാറ്റ് ഒരു പേടി അവരുടെ മനസ്സിലുണ്ടാവും. എങ്ങനെയാണ് ഇതിനെ ഡീൽ ചെയ്യാൻ അറിയുന്നുണ്ടാവില്ല. പലതരം എഫക്റ്റ് ഉണ്ട് മക്കൾക്ക്. ഒരു ന്യൂ പാരൻ്റ് എന്ന നിലയിൽ എൻ്റെ ഒരു കസിനോട് ഡിസ്കസ് ചെയ്തപ്പോൾ അവളും പറഞ്ഞതാണ്, സ്ലീപ്പ് ഓവേഴ്സ് ഇപ്പോഴത്തെ ട്രെൻഡാണ്. പിള്ളേർ സ്ലീപ്പ് ഓവർ ഇപ്പോഴത്തെ നല്ല പണ്ട് കാലത്തും ഉണ്ടായിരുന്നു. ബട്ട് ദെൻ നൗ ടു ഇറ്റ്സ് യുനോ ദേ ഡിസ്കസ് വിത്ത് ദെയർ ഫ്രണ്ട്സ്, യുനോ, ഞാൻ അവിടെ പോയി നിന്ന് എന്നുള്ളത് വേണ്ട. ഒരു ഏജ് വരെ നമ്മൾ കസിൻസിൻ്റെ അവിടെയും വിടണ്ട, ഫ്രണ്ട്സിൻ്റെ അവിടെയും വിടണ്ട, ഫാമിലിയുടെ അവിടെയും വിടണ്ട. ദർ ഇസ് നോ നീഡ് ഫോർ ഇറ്റ്, സീരിയസ്ലി. ബിക്കോസ് ഈ ഒരു ഏജ്, ഒരു ഏജ് വരെ, ഈവൻ ദോ വി ടീച്ച് ദം ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച്, സ്റ്റിൽ ദേ ഡോണ്ട് നോ. Still they don't know how to respond to it. Still they don't know how to react. So being a parent, it is our responsibility, our effect, our സ്റ്റേജിലേക്ക് പിള്ളേരെ എത്തിക്കാതിരിക്കില്ല. യുനോ, സിറ്റുവേഷൻ ഇസ് എ ബിഗ് ഫാക്ടർ ഫോർ ദിസ്, സത്യം. ബിക്കോസ് എത്ര നല്ല മനുഷ്യന്മാരാണെങ്കിലും when that situation comes, God only knows what will come to his mind and എന്തൊക്കെ കാട്ടുമെന്നുള്ളത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ നമ്മുടെ മക്കളെ എത്തിക്കാതെ നോക്കാം. അവർക്ക് ഓരോരുത്തരുടെ പൊസിഷൻ പറഞ്ഞു കൊടുക്കുക. എത്ര ക്ലോസ് ഫാമിലി ആണെങ്കിലും മടിയിലെടുത്തി കൊഞ്ചിക്കൽ, അതൊന്നും വേണ്ട. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ ഗേൾസ്, യുനോ, ബോയ്സ് ആർ ഓൾസോ ഇൻ ഡേഞ്ചർ. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയിൽ ആണോ പെണ്ണെന്നൊന്നുമില്ല. സോ അതും ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് ഒരാളെ ഭയങ്കര ഇഷ്ടം പറയുക, അല്ലെങ്കിൽ ഒരു റോൾ മോഡലായി കാണാം, അതല്ലെങ്കിൽ കൂടുതലായിട്ട് ഒരാളോട് ദേഷ്യം തോന്നാം. പ്ലീസ് ശ്രദ്ധിക്കണം. ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് സൈൻ. ഞാനിപ്പോൾ പറയുന്നത് എല്ലാവരും നോട്ട് ഗുഡ്, അല്ലെങ്കിൽ എല്ലാവരും വെച്ച് ശ്രദ്ധിക്കണം എന്നല്ല. ബട്ട് നമ്മൾ പറയില്ല, എനിക്കിതിലേക്ക് അത് നല്ലതാണോന്ന് അറിയില്ല. പ്രിക്കോഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, റൈറ്റ്? സോ ഒരു അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ അതിനെ
പ്രിക്കോഷൻ എടുക്കുക, പ്രിവെൻറ്റ് ഇറ്റ്. ബിക്കോസ് ഇറ്റ്സ് ഫാമിലിയാണ്, ഫ്രണ്ടാണ്. എന്തെങ്കിലും വന്ന് പോയതിനു ശേഷം ദർ ഇസ് നോ പോയിൻറ്റ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്, റൈറ്റ്? സോ ബെറ്റർ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കാതെ നോക്കാം. നമ്മുടെ പിള്ളേർ നമ്മുടെ വീട്ടിൽ സേഫ് അല്ലെങ്കിൽ അവർ ഈ ലോകത്ത് എവിടെയും സേഫ് അല്ല. നമ്മുടെ പിള്ളേർക്ക് നമ്മളോടൊന്നും വന്ന് ഷെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ഈ ലോകത്ത് ആരോടും ഒന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമുക്കറിയാം ഒരു ഏജിലുണ്ടാവുന്നതാണ് ഫ്രണ്ട്സ്, ഒരു ഏജിലുണ്ടാവുന്നതാണ് പലതരം റിലേഷൻസ് ആണെങ്കിലും. പക്ഷേ പേരൻസ് ആർ ഓൾവേസ് ദെയർ ഫോർ ദെം. ആ പേരൻസ് അവരെ സപ്പോർട്ട് ചെയ്തില്ല, അവരെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഓവർകം ചെയ്യാൻ എന്താ പറയുക സഹായിച്ചില്ലെങ്കിൽ, ട്രസ്റ്റ് മീ, അവർക്ക് ആരുമില്ല ഈ ലോകത്ത്, സത്യം പറയുന്ന. ബിക്കോസ് ബീയിങ് എ പാരൻറ്റ് ഐ നോ വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ മൈ കിഡ്, ആൻഡ് ഇഫ് ഐ കാൺട്ട് ഡു ഇറ്റ് ഫോർ ദെം ദെൻ നോബഡി എൽസ് ക്യാൻ, അല്ലേ? സോ പിള്ളേരെ ആ ഒരു സ്ലീപ്പ് ഓവർ, ഗുഡ് ടച്ച് ബാഡ് ടച്ച്, നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കുക, നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കുക പിള്ളേരുടെ. എന്തും ഏത് ടൈമിലും വന്നിട്ട് എനിക്കിതിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടാ, അല്ലെങ്കിൽ എന്തും ഇതെന്നല്ല, ഏതൊരു കാര്യം അവർ നമ്മളോട് ആദ്യം വന്ന് ഷെയർ ചെയ്യുന്ന രീതിയിലൊരു റിലേഷൻ വയ്ക്കാം. then our kids are safe, because they are not in a safe world. സത്യം, trust me. ഷോർട്ട് ഫിലിമിലും മൂവിയിലും വരുന്നത് മാത്രമല്ല, that is life. There are many people out there who is going through such situations. നമുക്ക് നമ്മുടെ മക്കൾ ആ സിറ്റുവേഷനിൽ വരുത്തരുത്. നമ്മുടെ ഭാവിനെ നമ്മൾ സേഫ് ആക്കണം. നമ്മുടെ മക്കൾ ഒരിക്കലും Me Too ചാലഞ്ചിൽ പോകരുത്. rather than that I should say that they should react. They should come and talk to us. കാരണം കുറേ വയസ്സായിട്ട് പിന്നെ ആ ഒരു ധൈര്യം എന്താ പറയുക എടുത്തിട്ട് എനിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് യുവർ ഫോൾട്ട്, ഇറ്റ് ഈസ് നോട്ട് ഹെർ ഫോൾട്ട്, ഇറ്റ് ഈസ് ഹിസ് ഫോൾട്ട്, ഓൺലി ഹിസ് ഫോൾട്ട്. നമുക്ക് ഏറ്റവും കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയത് ആളെ നമുക്ക് പണിഷ് ചെയ്യുക അല്ലെങ്കിൽ ലോക സൊസൈറ്റിയിൽ കൊണ്ടുവരിക, ഹറാസ് ചെയ്യുക ഒന്നുമല്ല. പക്ഷേ വെൻ വി റിയാക്ട്, നാളെ ആ ആൾ വേറെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഹി ഹാവ് ദാറ്റ് പേടി ഇൻസൈഡ് ഹിം, യു നോ. ബിക്കോസ് നമ്മൾ പാരൻസ് ആർ വെരി സ്ട്രോങ് എന്ന് കാണിച്ചാൽ നമ്മുടെ വീട്ടിൽ കയറി വരുമ്പോൾ ഒരാൾ ചിന്തിക്കും കയറണോ വേണ്ടേ എന്നുള്ളത്. ലെറ്റ് ഹിം ബി വറീഡ്. ആൾ മെൻ്റലി ഹറാസ് ആവട്ടെ, നമ്മുടെ മക്കളല്ല. സോ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞ് വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഐ എം നോട്ട് എ സൈക്കോളജിസ്റ്റ്. ഞാനൊരു 3 പെൺകുട്ടികളുടെ ഉമ്മ എന്നുള്ളതിനുപരി വേറെ ഒരു സംഭവം എനിക്ക് ഇതിനെ ബേസ് ചെയ്ത് സംസാരിക്കാനുള്ളതില്ല. ബട്ട് ദെൻ ഐ ഫെൽ ലൈക്ക് ടോക്കിംഗ് ബിക്കോസ് ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് ഇസ് നോട്ട് റൈറ്റ്. പിന്നെ പിള്ളേർ ഇസ് നോട്ട് സേഫ്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ദേ ആർ നോട്ട് സേഫ്. ഈവൻ ഐ എം നോട്ട് സേഫ്, ഐ ഷുഡ് സേ. അല്ല, അങ്ങനെ നോക്കുമ്പോൾ വേൾഡ് ഇസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊറുക്കാം. നിങ്ങൾക്ക് ഇതിനപ്പുറം എന്നോട് വല്ല ഇൻഫർമേഷൻസ് തരാണ്ടെങ്കിലും കമൻസിലിടാം. പിന്നെ സപ്പോർട്ട് ചെയ്യാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം. അസ്സലാമു അലൈക്കും.